സെപ്റ്റംബർ 9 ചൊവ്വാഴ്ചയാണ് ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് ഈ ഒരു ജലോത്സവത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 4-ാം നൂറ്റാണ്ട് മുതൽ ഈ ഗംഭീരമായ ജലോത്സവം നടന്നു വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആചാരപ്പെരുമ കൊണ്ടും ഭക്തബാഹുല്യം കൊണ്ടും അദ്വിതീയമായ ഒന്ന് തന്നെയാണ് ആറന്മുള ക്ഷേത്രവും ഈ അവിടുത്തെ എല്ലാ ആചാരങ്ങളും. ഈ ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് പമ്പ ആറിൻ്റെ കരയിലുള്ള കരക്കാർ തന്നെയാണ്. ഓരോ കരക്കാരും ഇത് വള്ളങ്ങളാണ് ഇതിലെല്ലാം പങ്കെടുക്കുന്നത്. മുണ്ടുമുടുത്ത് തലയിൽ തലപ്പാവും ചുറ്റി പമ്പയാറിലെ ഓളത്തിനൊപ്പിച്ച് ഇങ്ങനെ ചടുലമായ രീതിയിൽ തുഴച്ചിലുകാർ തുഴയെറിയുകയും അതോടൊപ്പം തന്നെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണം അതോടൊപ്പം ഒത്തുചേരുകയും ചെയ്യുമ്പോൾ കാണുന്നവരെയും എല്ലാവരെയും അത് ഒരു അഭൗമമായ ഒരു സംഭവം തന്നെയാണ്. അത്രമാത്രം എല്ലാവർക്കും സന്തോഷമായ ഒരു കാര്യമാണ് ഇത് പങ്കെടുക്കുന്നതും ഇത് കാണുന്നതും എല്ലാം തന്നെ. ആചാര പെരുമ കൊണ്ട് സമ്പുഷ്ടമാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും. ഓണസദ്യക്ക് നമ്മളെല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ഇപ്രാവശ്യവും മങ്ങാട്ട ഭട്ടതിരി കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തിയ ദീപവുമായിട്ട് ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തുകയും അവിടെ ദേവസ്വം അധികാരികളും വള്ളക്കാരും ഒക്കെ കൂടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ആചാരപരമായി വരവേൽക്കുകയും ഒക്കെ ചെയ്ത് ഒരു അനിതര സാധാരണമായ ഒരു സദ്യയൊക്കെ ഉണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് പണക്കിഴി നൽകി അദ്ദേഹത്തിന് ആചാരപരമായിട്ട് തന്നെ മടക്കി അയക്കുന്നതാണ് അത്. പിന്നെ അഷ്ടമിരോഹിണി സദ്യയാണെങ്കിൽ അതിനേക്കാളും വിചിത്രം ഗംഭീരം. അത് മാത്രമല്ല ഇപ്പം നടന്ന വള്ളസദ്യകളുണ്ടല്ലോ, എന്ത് ഗംഭീരമാണ് ഓരോ ദിവസത്തെയും സദ്യ. 72 കൂട്ടം വിഭവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആചാര്യനായ എല്ലാ വിധത്തിലും ആചാരപ്പെരുമ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ തിരുവാറന്മുള അപ്പൻ്റെ യശസ്സ് നാൾക്കുനാൾ ഉയരട്ടെ.